Good evening to all. Welcome to Dakshina Learning's Daily News Desk. So, ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പറിൽ നിന്ന് സെലക്ട് ചെയ്ത 4 ആർട്ടിക്കിളാണ് നമ്മൾ പ്രിലിംസ് ആൻഡ് മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. So, the first article, what are LLMs? How are they trained in India? So, നമുക്കറിയാം, now we are living in an era where data is the new oil. Okay, and AI are very important. എല്ലാ മേഖലകളിലും എ ഐയുടെ ഇന്റഗ്രേഷൻ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇൻ ഗവേണൻസ്, ഇൻ ഡെവലപ്മെന്റ്, എവറിത്തിങ് എ ഐ ഈസ് ബീങ് ഡോമിനേറ്റഡ്. ഈവൻ ഇൻവെസ്റ്റ്മെന്റ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എല്ലാ രീതിയിലും എ ഐ ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് നമ്മളിപ്പോൾ കാണുന്ന ലേറ്റസ്റ്റ് മോഡൽസ് ലൈക്ക് ഓപ്പൺ എ ഐ, ChatGPT, DeepSeek ആൻഡ് ജെമിനി, ഇതെല്ലാം ഈ കാണുന്ന എ ഐകൾക്കെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ആണ് ലാർജ് ലാംഗ്വേജ് മോഡൽസ്. ബട്ട് ദ പ്രോബ്ലം ഈസ് ഈ ടെക്നോളജി LLMs as well as AI is being western dominated and ഈസ്റ്റേൺ ഹെമിസ്ഫിയറിൽ കുറച്ച് ചൈനയുണ്ട്. സോ വെസ്റ്റേൺ ലെഡ് ആയിട്ട് AI ഡെവലപ്മെന്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇറ്റ് ഈസ് പോസിംഗ് എ റിസ്ക് ഫോർ ഇന്ത്യാസ് സ്ട്രാറ്റജിക് ഓട്ടോണമി ആസ് വെൽ as ഡാറ്റ സോവറൈനിറ്റി. ബിക്കോസ് ഡേറ്റയാണ് LLMസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റോ മെറ്റീരിയൽ. സോ ഈ ഡാറ്റ ഇന്ത്യക്ക് ഡാറ്റയിലുള്ള സോവറൈനിറ്റി നഷ്ടപ്പെടുന്നു, ആസ് വെൽ as ടെക് AI പോലുള്ള ക്രിട്ടിക്കൽ ടെക്നോളജി വെസ്റ്റേൺ ലെഡ് ആയിട്ട് നടക്കുമ്പോൾ ഇന്ത്യ വിൽ ലൂസ് ബിഹൈൻഡ്. സോ അത് മനസ്സിലാക്കിയോണ്ട് ഇന്ത്യ ചെയ്യാണ് there is a push for sovereign AI development. Sovereign AI. Okay. So, for example, Sarvam AI, India's first fully domestically trained multi-billion parameter AI. So, അത്തരം സാധനങ്ങൾ ഡെവലപ്പ് ചെയ്തിരിക്കണമെങ്കിൽ we need to train this LLM, which are the building blocks of AIs like ChatGPT, etc. So, ഈ LLM ട്രെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, because it's infrastructure വേണം like GPUs, and we need energy and as well as data വേണം, which is suited for India's local language. Okay, so that's a major issue. So we will look into more detail while we discuss that article. Then second, carbon capture and storage in India. So CCUS, what is carbon capture and utilization? How is it different from carbon capture and storage? So we will discuss him. Then HPV vaccine, or important health crisis ആണ്, the cervical cancer, and it is one of the leading cause of death, cancer related death in India. So അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. ദെൻ ഒരു ഇന്റർനാഷണൽ റിലേഷനിലുള്ള ഒരു അപ്ഡേറ്റ് ആണ് ചാഗോസ് ട്രീറ്റി വിത്ത് UK ആൻഡ് മൊറീഷ്യസ്. സോ അതിലിപ്പം റീസെന്റ് ട്രംപിന്റെ പ്രഷർ കാരണം ഒരു യു ടേൺ സംഭവിച്ചിരിക്കുകയാണ്. യു ടേൺ എന്ന് പറയാൻ പറ്റില്ല, സ്ലൈറ്റ്ലി ആ ട്രീറ്റി ഒന്ന് പോസ് ചെയ്തു, ബിക്കോസ് ദ ട്രീറ്റി വാസ് ടു ട്രാൻസ്ഫർ ചാഗോസ് സോവറൈനിറ്റി ടു മൊറീഷ്യസ്. ബട്ട് ട്രംപ് സെഡ് ദിസ് ഇസ് എ ഫൂളിഷ് മൂവ് ആൻഡ് പ്രഷർ കെയിം. ഓക്കെ, സോ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു ദ ഡിസ്കഷൻ. ഓക്കെ, ബിഫോർ മൂവിങ് ഫോർവേഡ്, ഐ ഹാവ് എൻ ഇമ്പോർട്ടൻറ്റ് announcement. That is, our new PCM batch admission is ongoing. So please enroll now, because we have fully integrated prelims, mains and CSAT course, as well as daily 24/7 mentorship, as well as activity based learning to enhance your participation and to take you out of the boredom associated with learning. Okay, so we have a course which is ideal for beginnersന് ഏറ്റവും ടൈലർ മെയ്ഡ് ആയിട്ടുള്ള രീതിയിൽ വളരെ ബേസിക് ആയിട്ട് ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്തിട്ടുള്ള കോഴ്സസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. So to get maximum benefits up to 40% discount in our course, please use my promo code M3A360. There is only limited seats. Okay, so the first news, how are Indian firms training LLMs? And നമുക്കറിയാം, ഇപ്പോൾ റീസെന്റ് ഇന്ത്യയിൽ one of the biggest event is happening, that is AI Impact Summit. സോ ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്താന്നൊക്കെ നമ്മൾ കഴിഞ്ഞ DNDകൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ദാറ്റ് ഈസ് ആഫ്റ്റർ ദ സീരീസ് ഓഫ് സമ്മിറ്റ്സ്, AI ഗവേണൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സമ്മിറ്റ്സ് ബ്ലെച്ച്ലി പാർക്കിൽ സ്റ്റാർട്ട് ചെയ്ത, ആൻഡ് ദെൻ ഇൻ കൊറിയ, ആൻഡ് ദെൻ ദ AI ആക്ഷൻ സമ്മിറ്റ് ഇൻ പാരീസ്, and now it's happening in a global south country and is hosted by India. It's called AI Impact Summit. So അതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, it's being hosted by a global south country, and New Delhi Declaration, which was part of the AI Impact Summit, was signed by 88 countries and other national institutions as well. And ഈ ഒരു AI Impact Summit ഏറ്റവും വലിയ ഗോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, India's philosophy, India's idea over AI is that AI for all. Democratizing AI based on global AI impact commons, trusted AI commons, ഇങ്ങനെ ഒരുപാട് കീവേഡ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഇൻ സിമ്പിൾ ലാംഗ്വേജ്, India's goal is to push for what? Democratizing the access to AI, the availability to AI, and especially ഇന്ത്യനെ ഒരു AI എക്കോസിസ്റ്റം ഫ്രണ്ട്ലി ആയിട്ട് ബിസിനസ്സിനെ അട്രാക്ട് ചെയ്യുക. ഇതുകൂടി AI ഇമ്പാക്ട് സമ്മിറ്റിന്റെ ഒരു ലക്ഷ്യമാണ്. And after all, we know that we are living in an era where data is the new oil and AI is the buzzword. So AI data is very important,
and after all the technology, the GPU, the infrastructure. So AI in a develop ചെയ്തെടുക്കണമെങ്കിൽ first of all we need the input material, that is the data, and the infrastructure to develop this AI. That includes GPU, the R&D, and other facilities. For example, it needs coolant system. It's an energy intensive process, so it needs data centers capable of storing and keeping and maintaining this data. So this is a humongous task to train a large language model. So large language model, which is the building block of cutting edge technology related to AI like ChatGPT, Gemini, Claude, etc. So a large language model, which is equivalent to, which is the basic building block of a generative AI like ChatGPT and other, it's very important to train them, as well as LLM domestic capability achieve cheyaanu parnayal it's very important, especially considering data sovereignty as well as India's strategic autonomy. Because ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ, വേൾഡിൽ ഒരു വെസ്റ്റേൺ ലെഡ് അമേരിക്കയിലെ സിലിക്കൺ വാലി ആൻഡ് സം ചൈനീസ് ഫോംസ് ആർ ഡോമിനേറ്റിംഗ് ഇൻ ദ സെക്ടേഴ്സ് ഓഫ് AI. വി നോ ദാറ്റ് എന്താണ് അമേരിക്കയുടെ GPU ലൈക്ക് എൻവിഡിയ പോലെ കമ്പനികൾക്കാണ് GPU ഗ്രാഫിക് പ്രോസസിംഗ് യൂണിറ്റിലെ ഹെജിമണി ഉള്ളത്. സോ ഈ ചിപ്സ് അമേരിക്ക ഈവൻ ചൈനയിലേക്ക് ഒന്ന് എക്സ്പോർട്ട് ചെയ്യാൻ സമ്മതിക്കുന്നില്ല, ടു പ്രിവെന്റ് ചൈന ഫ്രം ആക്സസിംഗ് AI technologies as well as chip technology. So there is a race between countries and nations to contain the development of AI into their hemisphere. It's called economic statescraft, right? So നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു റേസ് കൂടിയാണ് AI ഏറ്റവും നല്ല ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്, ആസ് വെൽ ആസ് ഇറ്റ് ക്യാൻ ലീഡ് ടു എ ഡിജിറ്റൽ ഡിവൈഡ് അമംഗ്സ് കൺട്രീസ്. ഓക്കെ, സോ ഇന്ത്യ റൈറ്റ്ലി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ഈസ് ട്രൈയിങ് ടു ഡൊമസ്റ്റിക്കേറ്റ് to improve domestic capability of what? AI models. That is the push for sovereign AI. Sovereign AI capability ഇതിലേക്ക് വേണം. സോ അതിന്റെ ഭാഗമായിട്ട് എന്താണ് AI ഇമ്പാക്ട് സമ്മിറ്റിൽ ഒരു ഗ്രൗണ്ട് ഷേക്കിംഗ് മൂവ്മെന്റ്, ഒരു വാട്ടർ ഷെഡ് മൂവ്മെന്റ് ആണ് എന്ത് ഇന്ത്യസ് ഡൊമസ്റ്റിക് കമ്പനി, ബംഗളൂരു ബേസ്ഡ് കമ്പനി സർവം AI. സോ സർവം AI എന്താ രണ്ട് LLM മോഡൽസ് റിവീൽ ചെയ്തിരിക്കുകയാണ്, വിച്ച് ഈസ് ട്രെയിൻഡ് using 35 billion parameters and other model 105 billion parameters. So it is India's first fully domestically trained multi-billion parameter LLM. So that is the importance. So this article fully we should understand what are large language models and associated terminologies. So first of all, namakkariyam AI, artificial intelligence put simply is what? They are trying to mimic human actions, human behaviors and human thinking style, right? So broadly parayanengil AI is trying to replicate human like phenomena, right? The thinking, the reasoning and other tasks that we are doing. So especially tedious ആയിട്ടുള്ള repetitive ആയിട്ടുള്ള ടാസ്കുകളെല്ലാം റീപ്ലേസ് ചെയ്യാൻ AI കൊണ്ട് പറ്റുന്നുണ്ട്. So this AI is capable of doing this after training. Okay, so AI നെ ട്രെയിൻ ചെയ്തിട്ടാണ് നമ്മൾ ആ രീതിയിലേക്ക് എത്തിക്കുന്നത് യൂസിങ് ഡേറ്റ. ഓക്കെ, സോ ഈ ഇത് ട്രെയിൻ ചെയ്യുന്നതിന് കുറച്ച് ടെക്നിക്കൽ ടേംസ് ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ലാർജ് ലാംഗ്വേജ് മോഡൽസ് ആസ് വെൽ എസ് ഡീപ് ലേണിംഗ് ആൻഡ് ന്യൂറൽ നെറ്റ്വർക്ക്സ്, ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സ്. സോ ഈ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് ഒക്കെ നമ്മൾ ഹ്യൂമൻ ബ്രെയിനിലുള്ള ന്യൂറൽ നെറ്റ്വർക്സിനോട് ക്ലോസ്ലി സിമിലർ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. സോ ഈ AI ഡേറ്റ എന്താണ് അനലൈസ് ചെയ്ത് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുകയും ഇൻപുട്ട് ലെയർ ആൻഡ് ഔട്ട്പുട്ട് ലെയർ തമ്മിൽ കണക്ഷൻ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ഈ കിട്ടിയ ഡാറ്റ പ്രോസസ് ചെയ്ത് ടെക്സ്റ്റും ഒബ്ജക്റ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് മനസ്സിലായിട്ട് ഒരു പ്രഡിക്ഷൻ ഗെയിമാണ് AI നടത്തിക്കൊണ്ടിരിക്കുന്നത്. പുട്ട് സിംപ്ലി AI is just predicting what is the next word using already fed data. So actually ഒരു fill in the blanks ഗെയിം അല്ലെങ്കിൽ ഒരു പ്രഡിക്റ്റീവ് ഗെയിമാണ് AI കളിച്ചുകൊണ്ടിരിക്കുന്നത്. For that AI needs data. And large language models are advanced AI systems designed to understand, generate and summarize human-like text by analyzing vast data sets based on deep learning and transformer architecture. ഇതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. Based on deep learning means simply processing data using different layers. For example, artificial neural networks ഒക്കെ ആയിട്ട് ഡാറ്റ കൺവേർട്ട് ചെയ്യുക and using transformers. ട്രാൻസ്ഫോമർ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പണ്ട് AI ടെക്സ്റ്റ് അനലൈസ് ചെയ്തിരുന്നത് സിംപ്ലി if the AI is reading this, they will be reading this in a left to right format, processing each words. Now transformer എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിംപ്ലി ഇതിലെ ഇമ്പോർട്ടൻറ്റ് കീവേഡ് മാത്രം അനലൈസ് ചെയ്ത് അത് പ്രോപ്പർ കോണ്ടെക്സ്റ്റ് സെറ്റ് ചെയ്ത് മനസ്സിലാക്കുന്നു to avoid errors as well as efficiency കൂട്ടുന്നു. So that is transformer architecture. So these models predict the next word in a given sequence to generate coherent response. So GPT-4, Gemini and Claude are advanced models of LLM.
ഓക്കെ, സോ അറിഞ്ഞിരിക്കുക. സോ LLM are trained on massive amount of text often drawn from the internet and utilize neural network specifically transformer models to identify patterns. ഓക്കെ, സോ പുട്ട് സിംപ്ലി ലാർജ് ഡാറ്റ എടുക്കുന്നു, അത് ഇൻപുട്ട് ആക്കി കൊടുക്കുന്നു, ആ ഇൻപുട്ട് ഉപയോഗിച്ചിട്ട് മാസീവ് എമൗണ്ട് ഓഫ് ഡാറ്റ ഇൻപുട്ടായി കിട്ടിക്കഴിഞ്ഞാൽ അത് യൂസ് ചെയ്ത് പ്രോപ്പർ ന്യൂറൽ നെറ്റ്വർക്ക്സ് ക്രിയേറ്റ് ചെയ്യുന്നു ആൻഡ് യൂസിങ് ട്രാൻസ്ഫോമേഴ്സ് ടു ജനറേറ്റ് പ്രോപ്പർ പാറ്റേൺ ആസ് വെൽ ആസ് ജനറേറ്റ് എ കൊഹറന്റ് ഔട്ട്പുട്ട്. കൊഹറന്റ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഡാറ്റയിലെ ആയിട്ട് കണക്ട് ചെയ്യുന്ന കോണ്ടെക്സ്ച്വലി കറക്റ്റ് ആയിട്ടുള്ള ഡാറ്റ തന്നെ വേണം പ്രൊവൈഡ് ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ, ബാങ്ക് എന്ന് പറയുന്നൊരു വാക്ക് കേൾക്കുമ്പം രണ്ട് മീനിങ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു സാധാ ബാങ്ക് അല്ലെ, SBI പോലത്തെ ബാങ്ക്, അതല്ലാതെ ഒരു റിവർ ബാങ്ക് എന്ന മീനിങ് കൂടി ഉണ്ട്. സോ ആ സെന്റൻസിൽ ഈ ബാങ്ക് എങ്ങനെയാണ് യൂസ് ചെയ്തതെന്ന് മനസ്സിലാക്കിയിട്ട് വേണം റിപ്ലൈ തരാൻ. ഓക്കെ, സോ ദാറ്റ് ഈസ് സോ എത്രത്തോളം ഡാറ്റ കൊടുത്ത് ട്രെയിൻ ചെയ്യുന്നു, എത്രത്തോളം കോണ്ടെക്സ്ച്വലൈസ് ചെയ്ത് പാറ്റേൺ കണ്ടുപിടിക്കാൻ പറ്റുന്നു, അതിനനുസരിച്ചാണ് ഈ AI സെൻസിറ്റിവിറ്റി ആൻഡ് റെസ്പോൺസിവിറ്റി ഉണ്ടാവുക. സോ ദാറ്റ് ഈസ് LLM. സോ LLM എത്ര ഡാറ്റ കൊടുക്കുന്നു, എത്ര രീതിയിൽ അതിനെ ട്രെയിൻ ചെയ്യുന്നു, എത്ര പാരാമീറ്റേഴ്സ് നമ്മൾ ആഡ് ചെയ്യുന്നു, അതിനനുസരിച്ച് അതിന്റെ ക്വാളിറ്റി ഓഫ് റെസ്പോൺസ് കൂടുന്നു. സോ ദ പ്രോബ്ലം ഈസ് LLM റിക്വയർസ് മാസീവ് എമൗണ്ട് ഓഫ് ഡാറ്റ ആൻഡ് ട്രെയിനിങ്. ഓക്കെ, ഇനി അതിലെ ചലഞ്ചസ് ആണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഹൗ ആർ ഇന്ത്യൻ ഫേംസ് ട്രെയിനിങ് LLM? Okay, so LLM train ചെയ്യാൻ we first of all need infrastructure, that is GPU, graphics processing unit. നമുക്ക് വേണം GPU. The problem is this is a critical technology and is possessed by only very few players like Nvidia and other American companies. അതാണ് ഒന്നാമത്തെ പ്രശ്നം. There is an infrastructure challenge to obtain this GPU. Okay, and ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള Nvidia GPU ഒന്നും അമേരിക്ക proactively ചൈന പോലെ രാജ്യങ്ങൾക്കൊന്നും എക്സ്പോർട്ടും ചെയ്യുന്നില്ല. So there is a problem regarding infrastructure shortage. And then comes the quality of data. ഈ ഡാറ്റ, ഇന്റർനെറ്റിലുള്ള ഡേറ്റ അധികവും ഇംഗ്ലീഷ്, യൂറോപ്യൻ ലാംഗ്വേജ് ആസ് വെൽ സം ഈസ്റ്റ് ഏഷ്യൻ ലാംഗ്വേജ് ലൈക്ക് കൊറിയൻ ആൻഡ് ചൈനീസിലാണ് ഡോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ദിസ് മീൻസ് ദാറ്റ് ദർ ഇസ് എ പ്രോബ്ലം ഇൻ ബോത്ത് ഇൻഫ്രാസ്ട്രക്ചർ ആസ് വെൽ ആസ് ദ ഇൻപുട്ട്, ദാറ്റ് ഈസ് ഡേറ്റ. സോ ഈ ഡേറ്റ ഇംഗ്ലീഷിലായതുകൊണ്ടും ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലും മറ്റ് യൂറോപ്യൻ ലാംഗ്വേജിലായതുകൊണ്ട് തന്നെ ഇന്ത്യൻ കമ്പനീസിന് ഇവിടെ രണ്ട് ചലഞ്ചസ് ഉണ്ട്. That is, first of all, we need GPUs, then we need data. There is a scarcity for infrastructure as well as data. അപ്പോൾ എന്താണ്, ഈ ഇംഗ്ലീഷിലും മറ്റ് ലാംഗ്വേജിലുള്ള ഡേറ്റയെ ആദ്യം ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട ഇഷ്യൂ ആണ്, അല്ലെങ്കിൽ തിരിച്ച് ഇന്ത്യൻ ലാംഗ്വേജിലുള്ള ഡാറ്റ LLM മനസ്സിലാവുന്ന രീതിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട ഇഷ്യൂ വരികയാണ്. സോ ദിസ് ക്രിയേറ്റ്സ് an additional energy intensive process which is already AI and LLM training is by design energy intensive. സി, ഈ ഡേറ്റാ സെന്റർ മെയിൻറ്റെയിൻ ചെയ്യുക, ഡാറ്റ വെച്ച് ട്രെയിൻ ചെയ്യുക, ഇതൊരു ഹ്യൂമങ്കസ് ടാസ്ക് ആണ്. ഇറ്റ് റിക്വയർസ് എനർജി, വാട്ടർ, സോ എനർജി ഇന്റൻസീവ്, വാട്ടർ ഇന്റൻസീവ് ആസ് വെൽ. സോ ഇറ്റ് നീഡ്സ് ലാർജ് കൂളിംഗ് സിസ്റ്റം ആസ് വെൽ. സോ ദർ ഇസ് ആൻ ഇൻഫ്രാസ്ട്രക്ചർ ചലഞ്ച് ആൻഡ് ദ സ്കേഴ്സിറ്റി ഓഫ് ഡാറ്റ. സോ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്യുക. ഇന്ത്യൻ കമ്പനീസ് ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രശ്നം ഈ രണ്ടെണ്ണം. സോ ഇനി അതിന്റെ സൊല്യൂഷൻസ് എന്താണ്? സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഒരു ക്യാപിറ്റൽ ഷോർട്ടേജ് ഉണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ കംസ് അണ്ടർ ദ ക്യാപിറ്റൽ ഷോർട്ടേജ്, ഇൻഫ്രാസ്ട്രക്ചർ ഷോർട്ടേജ് ഉണ്ട്, ദെൻ ദർ ഇസ് എ ഷോർട്ടേജ് ഫോർ ഡേറ്റ. ഓക്കെ, സോ ഇത് സോൾവ് ചെയ്യാനാണ് ഗവൺമെന്റ് സ്റ്റെപ്പ് ഇൻ ചെയ്തത്. ദാറ്റ് ഈസ് ടു പ്രൊമോട്ട് സോവറൈൻ AI മോഡൽസ്. സോ ഗവൺമെന്റ് എന്ത് ചെയ്തു? ഗവൺമെന്റ് കെയിം അപ്പ് വിത്ത് ഇറ്റ്സ് ഫ്ലാഗ്ഷിപ്പ് AI India മിഷൻ വിത്ത് ക്രോർസ് ഓൾമോസ്റ്റ് 10,000 crore outlay. സോ ഇന്ത്യ AI മിഷന്റെ ഭാഗമായിട്ട് ഒരുപാട് മാസീവ് GPUs, 36,000 നമ്പർ ഓഫ് GPUs ഇന്ത്യ എന്ത് ചെയ്തു? കളക്ട് ചെയ്യുക. ഇന്ത്യ അത് കോമൺ റിസോഴ്സ് പൂൾ എന്ന നിലയ്ക്ക് ഇന്ത്യ കളക്ട് ചെയ്ത് വെച്ചു. എന്നിട്ട് സർവം AI പോലുള്ള കമ്പനികൾക്ക് ഇത് റെന്റ് ഔട്ട് ചെയ്തു ഇൻ എ സബ്സിഡൈസ്ഡ് റേറ്റ്. ഓൾമോസ്റ്റ് ഹൺഡ്രഡ്സ് ഓഫ് ക്രോർ റുപ്പീസ് ആണ് സർവം AIക്ക് ഇന്ത്യ സബ്സിഡൈസ്ഡ് ആയിട്ട് GPUs കൊടുത്തത്. ആൻഡ് ഈ GPUs സർവം AIക്ക് കൊടുക്കുന്നതിന് ഭാഗമായിട്ട് തന്നെ ആ GPU വേറെ കമ്പനികൾക്കും യൂസ് ചെയ്യാം, ബിക്കോസ് വി ഹാവ് ക്രിയേറ്റഡ് എ കോമൺ റിസോഴ്സ് പൂൾ. സോ ദീസ് ആർ ഇന്നോവേറ്റീവ് ഐഡിയാസ് ഹൗ വി ആർ സ്കെയിലിംഗ് അപ്പ് തിങ്സ്. ഓക്കെ, സോ ഒരു ക്യാപിറ്റൽ ഷോർട്ടേജ് വന്നപ്പോൾ, ഇൻഫ്രാസ്ട്രക്ചർ ഷോർട്ടേജ് വന്നപ്പോൾ ഗവൺമെന്റ് ഒരു കോമൺ റിസോഴ്സ് പൂൾ ക്രിയേറ്റ് ചെയ്യുകയും അത് കമ്പനികൾക്ക് ഇന്നോവേറ്റീവ് ആയിട്ട് കൊടുക്കുകയും ചെയ്തു. So that is the idea. So government intervened and then and then ഈ എനർജി ഷോർട്ടേജ്, എനർജി ഇന്റൻസിറ്റിയും ഡേറ്റയുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? വി ഇൻസ്പയർഡ് ഫ്രം ചൈനീസ് ഡീപ് സീക്ക് മോഡൽ. അതായത് ചൈനയ്ക്ക് ആക്ച്വലി ഒരു ഷോർട്ടേജ് ഉണ്ടായിരുന്നു. എന്ത്? GPUs കിട്ടാത്തത് കൊണ്ട്, ലേറ്റസ്റ്റ് GPUs കിട്ടാത്തത് കൊണ്ട് ട്രെയിനിങ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സോ ചൈന എന്ത് ചെയ്തു? ദേ സിംപ്ലി ഇന്നോവേറ്റഡ്. ഡീപ് സീക്ക് എന്ത് ചെയ്തു? ഡീപ് സീക്ക് ഒരു പുതിയ മെക്കാനിസംസ് കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ്, ഫോർ എക്സാമ്പിൾ, ഒരു ക്വറി, ഒരു പ്രോംപ്റ്റ് ChatGPT യോ ക്ലോഡിനോ ജെമിനിക്കോ കിട്ടുകയാണെങ്കിൽ അവരെ മോഡൽസ് LLMs അത് പ്രോസസ് ചെയ്യുന്നത് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ
it activates billions of parameters. For example, Gemini billions and trillions of parameters ഉണ്ട്. സോ ഒരു ക്വറി പോകുമ്പോഴേക്കും ഈ ബില്യൺസ് ഓഫ് പാരാമീറ്റേഴ്സും ആക്ടിവേറ്റ് ചെയ്തിട്ടാണ് അതിന്റെ ആൻസർ കണ്ടുപിടിക്കുന്നത്. അത് ആക്ച്വലി ഇന്റൻസീവ് ആണ്. സോ ഫോർ എക്സാമ്പിൾ ഒരു ആൻസർ പറയാൻ വേണ്ടിയിട്ട് ഒരു കുട്ടിയോട് പറയുന്നു, അപ്പം ആ കുട്ടി സകല ബുക്കുകളും വായിച്ചിട്ടാണ് അതിന്റെ ആൻസർ പറയുന്നതെങ്കിൽ ഇറ്റ് റിക്വയർസ് മാസീവ് എമൗണ്ട് ഓഫ് ടൈം, റൈറ്റ്? പക്ഷേ കൃത്യമായിട്ട് ചാപ്റ്ററും കൃത്യമായിട്ട് അതിന് സബ് ഹെഡിങ് പറയുന്ന ഒരു കുട്ടിക്ക് ആ ചാപ്റ്റർ പേജ് മാത്രം മറിച്ച് നോക്കിയാൽ മതി, അല്ലേ? സോ ഇത് എനർജി എഫിഷ്യന്റ് പ്രോസസ്സാണ്, ടൈം എഫിഷ്യന്റ് പ്രോസസ്സാണ്, ട്രെയിനിങ് കുറച്ചു കൊടുത്താൽ മതി. This is done through specializing by creating a mixture of expert architecture called MOE. Mixture of experts architecture. എല്ലാവരും നോട്ട് ചെയ്യുക. UPSC പ്രിലിംസിന് ആസ് സച്ച് ചോദിക്കാം, വാട്ട് ആർ മിക്സ്ചർ ഓഫ് എക്സ്പേർട്സ് ആർക്കിടെക്ചർ അസോസിയേറ്റഡ് വിത്ത് LLM models trained in India. Okay, so there will be a comparison between LLMs in Western as well as MOE used by India. So unlike Western LLMs which activates billions of parameters simultaneously, Indian LLMs innovated mixture of experts architecture that is activating only a fraction of parameters. So ഇപ്പം നമ്മുടെ Saram AI 35 billion 105 billion parameters ഉണ്ട്. അതിലൊരു ഫ്രാക്ഷൻ മേ ബി ഒരു 25% ഒക്കെ പാരാമീറ്റേഴ്സ് ആയിരിക്കും ഒരുമിച്ച് ആക്ടിവേറ്റ് ചെയ്യുന്നത്. സോ ഫോർ എക്സാമ്പിൾ ഡിഫറെന്റ് ക്വറീസ് അനുസരിച്ച് അതിലെ പാരാമീറ്റേഴ്സിനെ ചാനലൈസ് ചെയ്യും യൂസിങ് എ റൂട്ടർ. Okay, so for example, ഒരു economics question ആണെങ്കിൽ maybe consider this LLM is trained for UPSC related purpose. അപ്പോൾ എന്ത് ചെയ്യും, ഒരു എക്കണോമിക്സ് സബ്ജക്ട് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ എല്ലാ ചാപ്റ്ററിന്റെ എല്ലാ സബ്ജക്റ്റിന്റെയും കണ്ടന്റ് കയറിയിട്ട് ആ തപ്പേണ്ട ആവശ്യമുണ്ടോ? ആ ക്വറി നേരെ എക്കണോമിക്സിന്റെ ഫയലിലേക്ക് മാറ്റിയാൽ പോരെ. This is called mixture of expert architecture. So based on the query, that prompt will be transferred into a specialized channel, and only that parameter is activated. This is called mixture of expert architecture. Okay, so അങ്ങനെയാണ് ഇന്ത്യ ഇത് സോൾവ് ചെയ്തിട്ടുള്ളത്. Okay, so it is detailed, it is discussed in detail here. What is this? Okay, so ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ AI വെസ്റ്റേൺ ബയസ് കുറയ്ക്കണം. വെസ്റ്റേൺ ലെഡ് ആയിട്ട് AI ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ഡോമിനൻസ് വരും, ഒരു ലോക്കലൈസ്ഡ് വേർഷൻ ഇന്ത്യയിൽ ഇല്ലാതിരിക്കും. ഓക്കെ, സോ ഇന്ത്യയുടെ ഒരു സാധാ ഒരു നോർമൽ സിറ്റിസണ് അവിടുത്തെ ലോക്കൽ ലാംഗ്വേജിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ AI ഹാലുസിനേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പ്രോപ്പർ റിസൾട്ട് തരാതിരിക്കാം. സോ ദിസ് ക്രിയേറ്റ്സ് an AI ഡിവൈഡ്, ഒരു ഡിജിറ്റൽ ഡിവൈഡ്. ഓക്കെ, സോ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യ സോവറൈൻ AIക്ക് വേണ്ടി പുഷ് ചെയ്യുന്നത്. സോ ഇതൊരു ഫ്യൂച്ചറിസ്റ്റിക് നോക്കുകയാണെങ്കിൽ ഇൻ ദ നെക്സ്റ്റ് ഡെക്കേഡ് it will be a fantastic technology, that is everything will be run by AI. Even now most of the things are being replaced by AI. So India is on the right track to push sovereign AI, and mixture of expert architecture and coupled with India AI mission will massively help to achieve that. Okay, so please remember the keyword AI for all and all. Okay, so I have summarized all this discussion in this flowchart. So first of all, Saram AI models, it was revealed as part of AI Impact Summit. It had 35 billion parameters and 105. There are two models. First contained 35 billion and then the next contained 105. And native Indian language vernacular language optimize ചെയ്തിട്ടുള്ള മോഡലാണ്. And they claim that this is not an optimized model of other versions. For example, Geminiയുടെ ChatGPT optimized version അല്ല, ഇത് ഞങ്ങൾ സ്ക്രാച്ചിൽ നിന്ന് ബിൽഡ് ചെയ്തതാണ്. ഞങ്ങൾ ഒന്നും അല്ലാത്തതിന് ഫ്രഷ് ആയിട്ട് ഔട്ട് ഓഫ് നത്തിങ്, ഔട്ട് ഓഫ് ദ ബ്ലൂ വി ക്രിയേറ്റഡ് ദിസ്, അതാണ് അവർ ക്ലെയിം ചെയ്തത്. ആൻഡ് റിസൾട്ട്സ് ആർ ടു ബി വെരിഫൈഡ്. ഓക്കെ, ആൻഡ് നൗ challenges on the data scarcity because Western and Eastern languages are dominated in the internet, right? And English dominant. And okay, GPU is capital intensive and the technology is limited by some very few players. Okay, then MOE architecture, mixture of experts design, activates only relevant experts, faster inference and lower operating cost used by DeepSeek. Okay, China അത് ഇന്നോവേറ്റ് ചെയ്യാൻ കാരണം ബിക്കോസ് USA restricted them from higher variant, latest variant of GPUs. Okay, സോ ആക്ച്വലി ചൈന ഇങ്ങനെ ഇന്നോവേറ്റ് ചെയ്യുന്നതിന് കുറയ്ക്കാൻ വേണ്ടി തന്നെയാണ് എന്താണ് USA ഇപ്പം റീസെന്റ് കഴിഞ്ഞ 2 മാസം മുമ്പ് ചിപ്സിന്റെ എക്സ്പോർട്സ് ഡിസ്കണ്ടിന്യൂ ചെയ്തത് തിരിച്ച് മാറ്റി കണ്ടിന്യൂ ചെയ്തു. ലൈക്ക് ഈവൻ ദോ ലേറ്റസ്റ്റ് മോഡൽ കൊടുത്തിട്ടുണ്ടെങ്കിലും പഴയ മോഡൽസ് കണ്ടിന്യൂ ചെയ്യുന്നത് എക്സ്പോർട്ട് ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്തു. ബിക്കോസ് അല്ലെങ്കിൽ എന്ത് ചെയ്യും, ചൈന ഇന്നോവേറ്റബിളി അത് സ്വന്തം R&D ചെയ്ത് കണ്ടുപിടിക്കും. സോ അതിനേക്കാൾ നല്ല എന്താ പഴയ മോഡൽസ് ചൈനയ്ക്ക് കൊടുക്കുന്നതാണ്. ഓക്കെ, ദെൻ ഗവൺമെന്റ് സപ്പോർട്ട് ത്രൂ AI മിഷൻ. So 36,000 GPU we commissioned, data centers, domestic data centers like Yotta and Saram AI ക്ക് നമ്മൾ സബ്സിഡൈസ് ചെയ്ത് 4000 GPU കൊടുത്തു. ഓക്കെ, ഷെയർഡ് പൂൾ ഓഫ് റിസോഴ്സസ്. ഓക്കെ, സോ ഇന്ത്യയിൽ സപ്പോസ് മെയിൻസ് ഒരു ക്വസ്റ്റ്യൻ വന്നു,
What are large language models and how and where does India stands in the development of LLMs? So നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റണം. ലാർജ് ലാംഗ്വേജ് മോഡൽസ് ആർ AI systems trained on massive data sets. They understand and generate and process human language. They are foundation for AI models like ChatGPT, etc. They needs GPU. Okay. So now India is transitioning from a consumer to a creator through sovereign AI push. So shift towards AI, sovereign AI. For example, അപ്പോൾ നമ്മളവിടെ എക്സാമ്പിൾ ആയിട്ട് എന്ത് കൊടുക്കണം? സർവം AI. So that is the point of reading newspapers. നമുക്ക് കൺസെപ്റ്റ് അറിഞ്ഞാൽ അത് എക്സാമ്പിൾ വെച്ച് വാലിഡേറ്റ് ചെയ്യാൻ പറ്റും യൂസിങ് പ്രോപ്പർ കോണ്ടെക്സ്റ്റ് ആൻഡ് ഡാറ്റ. ഓക്കെ. സോ സർവം AI ഹാസ് ഇന്ത്യയിൽ കീ ഇന്നോവേഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ സർവം AI, ഭാരത് ജെൻ ആൻഡ് ഞാൻ AI. സർവം AI is the first multi-billion domestically trained AI optimized for Indian language and ഭാരത് ജെൻ ഓക്കെ, അത് IIT ബോംബെ മൂട്ടഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ്. മൾട്ടി ലിംഗ്വൽ മോഡലാണ്, കേപ്പബിൾ ഓഫ് the plan is to develop this AI to be able to provide result in 22 scheduled languages in India. Okay, and then there is a Nyan AI which has a text to speech loggers and other AI Bhashani etc. which is India is rightly training all those things. And India has a dedicated India AI mission which 36,000 GPU commission subsidy and other initiatives, and there are some local challenges. Okay, so the thing is India should not wait for here. We should invest. നമ്മൾ R&D research and development നടത്തിയേ പറ്റുള്ളൂ. And like China, we have to innovate and not wait for other Western countries. For example, നമുക്ക് ഓപ്പൺ AIനെയോ ജെമിനിയോ ഗൂഗിളിനെയോ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് അവർക്ക് ഇൻസെന്റീവ് ഇല്ല. ഇന്ത്യൻ ലാംഗ്വേജിലേക്ക് ഒരു AI ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിൽ അവർക്ക് ഇൻസെന്റീവ് ഇല്ല. ബിക്കോസ് അവർക്ക് their only motive is profit, right? So ഒരു പ്രോഫിറ്റ് മോട്ടീവോ ബിസിനസ് ഇൻസെന്റീവോ ഇല്ലാതെ അവരത് ചെയ്യില്ല. So the only thing that a government can do is to provide some fiscal stimulus, that is through India AI mission. So idana, and don't forget the keywords AI for all and data is the new oil and all. So idakku nammala answers il varenda points aanu. Okay, so next article, what are carbon capture and utilization technology and how can such technologies reduce carbon dioxide emission, and what is European Union bioeconomy strategy and circular economy action plan, and how can India achieve this? So this is the discussion. So നമുക്കറിയാം റീസെന്റ് നമ്മുടെ യൂണിയൻ ബജറ്റിലൊക്കെ തന്നെ ഒരു മാസീവ് എമൗണ്ട് ഓഫ് പുഷ്, ഒരു ഫിസിക്കൽ പുഷ് തന്നെ കിട്ടിയിട്ട് 20,000 crore ടു ഡെവലപ്പ് ടെക്നോളജി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ to scale up this carbon capture utilization technology. So first of all, carbon capture and utilization CCU and carbon capture and storage, ഇത് രണ്ടും ആക്ച്വലി ഡിഫറെന്റ് ആണ്. So that is given in this first article. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ. സോ കാർബൺ ക്യാപ്ചർ ആൻഡ് യൂട്ടിലൈസേഷൻ ആ പേരിൽ തന്നെ ഉണ്ട്. അതായത് നമ്മളുടെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, എനർജി പ്രൊഡക്ഷൻ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളൊക്കെ കാരണം വെഹിക്കിൾ എമിഷൻസ് ഇതിനൊക്കെ കാരണങ്ങളാൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ ക്യാപ്ചർ ചെയ്യാം ഫ്രം ഇൻഡസ്ട്രി ഓർ ദ എയർ, അല്ലെങ്കിൽ എവിടുന്നാണോ അത് ക്യാപ്ചർ ചെയ്യുന്നു, അതിനെ സ്റ്റോർ ചെയ്യുന്നു, ക്യാപ്ചർ ചെയ്യുന്നു. ഒന്ന് ക്യാപ്ചർ ചെയ്തതിനു ശേഷം രണ്ട് ഓപ്ഷനാണ്. ഈദർ യു ക്യാൻ സ്റ്റോർ ദാറ്റ് ഇൻ ടു ദ അണ്ടർഗ്രൗണ്ട് to permanently stop that from releasing into the atmosphere. So ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ടു സ്റ്റോർ ദം പെർമനന്റ്ലി അണ്ടർഗ്രൗണ്ട്. ഇനി അതല്ലാത്ത കുറച്ചുകൂടി എക്കണോമിക്കൽ ഇംപ്ലിക്കേഷൻ ഉള്ള ഓപ്ഷനാണ് ടു റീയൂസ് ദിസ്, ദാറ്റ് ഈസ് ബൈ അഡോപ്റ്റിംഗ് സർക്കുലർ എക്കോണമി പ്രിൻസിപ്പിൾസ്. സോ കാർബണെ ക്യാപ്ചർ ചെയ്തിട്ട് അതിനെ യൂട്ടിലൈസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ utilizing them into other products, for example fuel based product, green concrete, urea, ammonia, fertilizers, etc. So ഇതിനെയാണ് നമ്മൾ കാർബൺ ക്യാപ്ചർ ആൻഡ് യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. So capture CO2 from industrial sources, recycle carbon into useful product, and it is different from CCS, that is carbon capture and storage versus carbon capture and utilization. So we are moving from this to this, carbon capture and utilization. So അതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ India is the top third largest emitter. For example, India is the third largest emitter. India is the third largest emitter of carbon dioxide in the world, in the whole world. So ഇന്ത്യക്ക് ഒരു 2070 നെറ്റ് സീറോ ബൈ 2070 എന്ന ഒരു ലോഫ്റ്റി ടാർഗറ്റ് അച്ചീവ് ചെയ്യേണ്ടത് കൂടിയുണ്ട്. ഓക്കെ, ആൻഡ് ആഫ്റ്റർ ഓൾ വേറൊരു ഇംപ്ലിസിറ്റ് ആയിട്ടൊരു ഇഷ്യൂ കൂടിയുണ്ട്. ഇന്ത്യ ഇങ്ങനെ ഇത്രയും ഫാസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഗവൺമെന്റ് ബജറ്റിൽ അത്രയും വലിയൊരു ഔട്ട്ലേ കാർബൺ ക്യാപ്ചർ സ്റ്റോറേജിന് കൊടുക്കാനുള്ള വേറെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ദ കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം ഓഫ് ദ യൂറോപ്യൻ യൂണിയൻ. സി റീസെന്റ് നമ്മൾ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ഒരു ട്രേഡ് എഗ്രിമെന്റ് FTA, ഇറ്റ്സ് കോൾഡ് ദ മദർ ഓഫ് ഓൾ ട്രേഡ് എഗ്രിമെന്റ്സ്, റൈറ്റ്? പക്ഷേ അതിനൊരു വലിയ കൺസേൺ എന്താ, അതിന്റെ ഒരു പ്രധാനപ്പെട്ട ചലഞ്ച്
ഇന്ത്യയുടെ കാർബൺ ഇൻറ്റൻസീവ് ആയിട്ടുള്ള സെക്ടറുകളാണ്. സോ ഈ കാർബൺ ഇൻറ്റൻസീവ് ആയിട്ടുള്ള സെക്ടറുകളിൽ നിന്ന് സാധനങ്ങൾ യൂറോപ്യൻ യൂണിയനിലേക്ക് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു ഇൻവിസിബിൾ ടാക്സ് അല്ലെങ്കിൽ ബാരിയർ ആയിട്ട് CBAM, കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം ആക്ട് ചെയ്യും. എന്തിനാണത്? ബിക്കോസ് യൂറോപ്യൻ യൂണിയനിലെ കമ്പനികളെല്ലാം യൂറോപ്യൻ യൂണിയൻ ഡീകാർബണൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ ഡീകാർബണൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് യൂസിങ് കാർബൺ ക്യാപ്ചർ ആൻഡ് സ്റ്റോറേജ്, കാർബൺ ക്യാപ്ചർ ആൻഡ് യൂട്ടിലൈസേഷൻ ടെക്നോളജി ആൻഡ് അഡോപ്റ്റിംഗ് ഗ്രീനർ എനർജി ആൻഡ് ഓൾ. സോ ഇതെല്ലാം കോസ്റ്റ്ലിയർ ആണ്. സോ ആ കമ്പനികൾ ഇറക്കുന്ന പ്രൊഡക്റ്റിന്റെ ഇൻപുട്ട് കോസ്റ്റ് കൂടും. അതുകൊണ്ട് തന്നെ അവരുടെ പ്രൊഡക്റ്റ് കോമ്പറ്റീറ്റീവ് അല്ലാതാവും. അപ്പം അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂറോപ്യൻ യൂണിയൻ എന്ത് ചെയ്യുന്നു? മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന കാർബൺ ഇൻറ്റൻസീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റിന്റെ മേലിൽ ഒരു അഡീഷണൽ താരിഫ് പോലെയോ ടാക്സ് പോലെയോ കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം വഴി പീനലൈസ് ചെയ്യും. സോ അതിന് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കമ്പനീസ് കാർബൺ ഇൻറ്റൻസീവ് ആണ്. എസ്പെഷ്യലി ദ സ്റ്റീൽ സെക്ടർ, ദ ടയർ സെക്ടർ, ദ സിമെന്റ് സെക്ടർ ഒക്കെ ഹൈലി കാർബൺ ഇൻറ്റൻസീവ് ആണ്. സോ ഈ കമ്പനികൾക്ക് ഒരു അഡീഷണൽ ചാർജ് വരികയാണെങ്കിൽ ഇറ്റ് വിൽ അഫക്ട് ഇന്ത്യാസ് ലേബർ ഇൻറ്റൻസീവ് സെക്ടർ. സോ അതുകൊണ്ട് തന്നെ ഇന്ത്യ ഈസ് പ്ലാനിങ് ടു ഡീകാർബണൈസ് ദിസ്. സോ അതിന്റെ ഭാഗമായിട്ടാണ് കാർബൺ ക്യാപ്ചർ ആൻഡ് യൂട്ടിലൈസേഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ആൻഡ് ഇന്ത്യ ഈസ് ദ തേർഡ് ലാർജസ്റ്റ് എമിറ്റർ ഇൻ ദ വേൾഡ്. പക്ഷെ അത് കേട്ട് നമ്മൾ അത്ര അമ്പരക്കരുത്. ബിക്കോസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തേർഡ് ലാർജസ്റ്റ് എമിറ്റർ ആണെങ്കിൽ പോലും പെർ ക്യാപിറ്റ എമിഷൻ നോക്കുകയാണെങ്കിൽ, അതായത് ടോട്ടൽ പോപ്പുലേഷൻ നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യ വളരെ ലോ ആണ്. ലൈക്ക് വളരെ ലോ. മറ്റ് കൺട്രീസിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, അമേരിക്ക, ചൈനയെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ വളരെ താഴെയാണ് പെർ ക്യാപിറ്റ എമിഷൻസ് നോക്കുമ്പോൾ. സോ അബ്സല്യൂട്ട് എമിഷനിൽ വി ആർ സിഗ്നിഫിക്കന്റ്, ദാറ്റ് ഈസ് തേർഡ് ലാർജസ്റ്റ്. ബട്ട് after the USA and China, we are the third largest. But per capita നോക്കുമ്പോൾ we are not that bad. Okay, even though we should reduce this. So government എന്ത് ചെയ്തു? ഗവൺമെന്റ് ഹാസ് ഒരു ബജറ്റിലൂടെ 20,000 crore കൊടുത്തിട്ടുണ്ട്, എസ്പെഷ്യലി സ്റ്റീൽ, സിമെന്റ്, കെമിക്കൽസിൽ. ആൻഡ് റോഡ് മാപ്സ് ബൈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി R&D, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ചെയ്യാൻ വേണ്ടി മാത്രം കുറച്ച് പൈസ ഓരോ കമ്പനികൾക്ക് കൊടുക്കുന്നുണ്ട്, ഫണ്ട് കൊടുക്കുന്നുണ്ട്. ബിക്കോസ് ഈ കാർബൺ ക്യാപ്ചർ യൂട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇത് വളരെ ടെക് ഇന്റൻസീവ് ആയ പ്രോസസ്സാണ്. ബിക്കോസ് ഈ കാർബണെ സോഴ്സിൽ നിന്ന് തന്നെ കളക്ട് ചെയ്യുക, എമിറ്റ് ചെയ്യുന്ന അതിനെ പ്രോപ്പറായിട്ട് ചാനലൈസ് ചെയ്ത് അതിനെ യൂട്ടിലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ റിക്വയർസ് മോഡേൺ ടെക്നോളജി. സോ ദാറ്റ് നീഡ് സം റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. സോ ചില കമ്പനീസ് ഒക്കെ എന്ത് ചെയ്യാണ്, ഇപ്പം നീതി ആയോഗുമായിട്ടും IIT ബോംബെ ആയിട്ടൊക്കെ എഗ്രിമെന്റ് ഒക്കെ എത്തിയിട്ട് പുതിയ ടെസ്റ്റ് ബെഡ്സ് ഒക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, so there is an industry participation. Cement and major players like Ambuja Cements etc. have planned collaboration with IITs etc. Okay, so there are major challenges on a high capture cost, and e technology develop ചെയ്തിരുത്താൽ പോലും ഒരു 10 to 15% of the total energy will be drawn by that technology. സോ ഒരു കാർബൺ ക്യാപ്ചർ ടെക്നോളജി ഡെവലപ്പ് ചെയ്തെടുത്താൽ പോലും അത് എനർജി ഇൻറ്റൻസീവ് ആണ്. സോ കമ്പനിയുടെ കോസ്റ്റ് കൂട്ടും. സോ നമ്മൾ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ഈ കാർബൺ ക്യാപ്ചർ ചെയ്തതിനെ നമ്മൾ ഫോം മാറ്റി ഒരു മെഥനോളോ യൂറിയയോ ഗ്രീൻ കോൺക്രീറ്റോ ഒക്കെ ആക്കി മാറ്റിയാൽ പോലും ഇത് കമ്പാരിറ്റീവ്ലി കോമ്പറ്റീറ്റീവ് അല്ലാതായി മാറും കമ്പയറിംഗ് ടു ദ ഓർഡിനറി ഫ്യൂവൽ ബേസ്ഡ് വേർഷൻസ്. സോ ഓർഡിനറി ഇതിനേക്കാൾ ചീപ്പർ പ്രൊഡക്റ്റ് ഉണ്ടാകുമ്പോൾ ഇത്രയും ഹയർ കോസ്റ്റിൽ ഉണ്ടാക്കിയ ഈ പ്രൊഡക്റ്റ് വാങ്ങാൻ ആരെങ്കിലും തയ്യാറാവുമോ? ദാറ്റ് മീൻസ് കോമ്പറ്റീറ്റീവ്നെസ് കുറയും. സോ അതാണ് അഡ്രസ് ചെയ്യേണ്ട മേജർ പ്രശ്നം. പിന്നെ മേജർ പ്രശ്നം എന്താ വെച്ചാൽ ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് കളക്ട് ചെയ്യുന്ന കാർബണെ ചാനലൈസ് ചെയ്ത് റീയൂസ് ചെയ്യാൻ വേണ്ടിയുള്ള പ്ലാന്റിലേക്ക് ചാനലൈസ് ചെയ്യണമെങ്കിൽ വി നീഡ് ഇൻഡസ്ട്രിയൽ ക്ലസ്റ്റേഴ്സ്, പ്രോപ്പർലി പ്ലാൻഡ് ഇൻഡസ്ട്രിയൽ ക്ലസ്റ്റേഴ്സ് വേണം. സോ അതാണ് ഏറ്റവും വലിയ ചലഞ്ച്. ദാറ്റ് ഈസ് ദ ലാക്ക് ഓഫ് ഇൻഡസ്ട്രിയൽ ഹബ്സ്. സോ ദാറ്റ് ഈസ് എ മേജർ ചലഞ്ച് ഹിയർ. നോ ഡെഡിക്കേറ്റഡ് CO2 പൈപ്പ്ലൈൻ നെറ്റ്വർക്ക്. സോ ഇൻഡസ്ട്രികൾ, ഇപ്പോൾ സപ്പോസ് ഇതൊരു സിമെന്റ് മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രിയാണ്, ഇവിടുന്ന് ക്യാപ്ചർ ചെയ്യുന്ന CO2 ഇതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ അതിനെ പ്രോസസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാപ്പബിലിറ്റി വേണം. സോ അത് ഇവിടെ ഇല്ല. ഇത് മേ ബി വേറെ ഏതെങ്കിലും ഡിസ്ട്രിക്റ്റിലായിരിക്കും. സോ ഇത് തമ്മിലൊരു കണക്ഷൻ ഇല്ലാതെ വരുമ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൂടും. സോ ദാറ്റ് ഇസ് ദ പ്രോബ്ലം. സോ ഡൗൺ സ്ട്രീമിംഗ്, മാനുഫാക്ചറിംഗിന്റെ ഡൗൺ സ്ട്രീമിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ വി നീഡ് കോ ലൊക്കേഷൻ ഓഫ് ഇൻഡസ്ട്രീസ്. വാട്ട്? കോ ലൊക്കേഷൻ ഓഫ് ഇൻഡസ്ട്രീസ്. ഇതൊക്കെ ഇന്ത്യയിൽ വലിയ പ്രശ്നമാണ്. നമുക്ക് ഇന്ത്യയിൽ തന്നെ അറിയാം, ഇന്ത്യയിലെ ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ലോജിസ്റ്റിക്കൽ ചലഞ്ചസ് ഉണ്ട്. പിന്നെ ഇത് അൺഈവൻ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ചില ഇൻഡസ്ട്രിയൽ ഹബ്സിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ദർ ഇസ് എ റീജിയണൽ, എസ്പെഷ്യലി കോസ്റ്റൽ സ്റ്റേറ്റ്സിലേക്കാണ് ഇപ്പോൾ കൂടുതൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആൻഡ് സം ഹിന്ദി ഹാർട്ട്ലാൻഡ്സ്. സോ ഈ ഒരു അൺഈവൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഡസ്ട്രീസ് ഒരു വലിയ ഇഷ്യൂ ആണ്. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മൾ ഇത് മനസ്സിലാക്കേണ്ട കാര്യം. സോ കാർബൺ ക്യാപ്ചർ ആൻഡ് യൂട്ടിലൈസേഷൻ ടെക്നോളജി refers to a set of technology that capture carbon dioxide emissions from industrial sources or directly from the air and convert them into useful product. India has been consistently the third largest emitter, and the major risk in CCU is cost competitiveness. Capturing, purifying and converting CO2 is energy intensive and expensive. Okay. So European Union പോലത്തെ കൺട്രീസ് ഒക്കെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് they have brought out the European Union bioeconomy strategy and the circular economy action plan.
സോ അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പനികളെ കാർബൺ ക്യാപ്ചർ ആൻഡ് യൂട്ടിലൈസേഷൻ ചെയ്യുന്ന കമ്പനികളെ proactively incentivizing them. So providing a market for them, properly integrating their product. And അമേരിക്കയിലൊക്കെ എന്താ വെച്ചാൽ ടാക്സ് ക്രെഡിറ്റ്സ് ഇതൊക്കെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആൻഡ് സോ ദീസ് ആർ ദ തിങ്സ്. ഓക്കെ, ആൻഡ് ദർ ഇസ് എ പ്രിലിംസ് PYQ ആസ് വെൽ. സോ ഇത് 2025 ചോദിച്ചത് പ്രിലിംസ് PYQ ആണ്. ഓക്കെ, കാർബൺ ഡയോക്സൈഡ് എമിഷൻസ് ഇൻ ഇന്ത്യ ആർ ലെസ് ദാൻ 0.5 ടൺ കാർബൺ ഡയോക്സൈഡ് പെർ ക്യാപിറ്റ. ഓക്കെ, in terms of CO2 emissions from fuel combustion, India ranks second in Asia Pacific region. See, ഞാൻ ഇപ്പോൾ പറഞ്ഞ ഡിസ്കഷൻ വെച്ച് നിങ്ങൾക്ക് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇന്ത്യ ടോപ്പ് 3 എമിറ്റർ ആണ്. ഏഷ്യ പസഫിക് റീജിയനിൽ സെക്കൻഡ് ആണെന്ന് പറഞ്ഞാൽ ബൈ ഡിഫോൾട്ട് നമുക്കറിയാം ചൈനയുടെ തൊട്ട് താഴെ ഇന്ത്യ. ദിസ് ഇസ് ആക്ച്വലി കറക്റ്റ്. ഇലക്ട്രിസിറ്റി ആൻഡ് ഹീറ്റ് പ്രൊഡ്യൂസേഴ്സ് ആർ ദ ലാർജസ്റ്റ് സോഴ്സ് ഓഫ് CO2 emissions in India. ഓക്കെ, ഇലക്ട്രിസിറ്റി ആൻഡ് ഹീറ്റ് പ്രൊഡ്യൂസേഴ്സ് നമുക്കറിയാം കോൾ. ഇന്ത്യയിലെ major chunk of energy is coming from coal. Coal ഒരു മേജർ കോൺട്രിബ്യൂട്ടർ ആണ് ഫോർ ദ കാർബൺ എമിഷൻ. സോ ഇന്ത്യ ഡീകാർബണൈസ് ചെയ്യണമെങ്കിൽ ആദ്യം ഇന്ത്യയുടെ എനർജി മിക്സിൽ ഓൾട്ടർ ചെയ്യണം, വിച്ച് ഈസ് ഇന്ത്യ ഈസ് ആക്റ്റീവ്ലി ഡൂയിങ് ത്രൂ ദ ശാന്തി ബിൽ. ആൻഡ് 50% കൂടുതൽ ഇൻസ്റ്റോൾഡ് കപ്പാസിറ്റി നമുക്കിപ്പോൾ ഉണ്ട്, എസ്പെഷ്യലി ഡ്യൂ ടു ദ solar power panels that India is achieving. Okay, large solar rooftop PM Suryagar Bichli schemes, rooftop solar schemes, as well as what there is a large solar power plant, Badla power plant in Rajasthan, right? Solar power plant, and wind energy is also dominating. So ഏറ്റവും വലിയ dominant energy coming from renewable അല്ലെങ്കിൽ non fossil fuel capacities from solar energy, right? So അതൊക്കെ കാരണം തന്നെ ഇന്ത്യയിൽ still coal because of the intermittence of the renewable അല്ലെങ്കിൽ non fossil fuel, still we are dominated, our energy is dominated by coal based power plants. So അതുകൊണ്ട് തന്നെ electricity and heat producers are the largest source. So these two statements are correct. ഇനി carbon dioxide emissions in India are less than 0.5. This is a slightly undervalued. ഇതിനേക്കാൾ almost 1.9 to 2 ton ഒക്കെ വരുന്നുണ്ട്. So this statement is wrong. So first statement eliminate ചെയ്താൽ 2 and 3 is the right answer. Okay. So ഇതൊക്കെ ഈ ക്വസ്റ്റ്യൻ ഒക്കെ കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും സോ ഇങ്ങനത്തെ വാല്യൂസ് ഒക്കെ പഠിക്കണം. ആക്ച്വലി ഇത് പത്രത്തിൽ കാണുന്ന ഒരു ഫെമിലിയാരിറ്റിയാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് ഇങ്ങനത്തെ ആർട്ടിക്കിളൊക്കെ വരുമ്പോൾ വെറുതെ ചില ഡേറ്റാസ് ഒക്കെ നമ്മൾ ഇങ്ങനെ നിരന്തരം കണ്ടുകൊണ്ടേയിരിക്കും. സോ അങ്ങനത്തെ ഡേറ്റാസ് നമ്മൾ വായിച്ച് പത്രത്തിൽ വായിച്ച് ഫെമിലിയർ ആവുമ്പോഴാണ് നമ്മൾക്ക് മനസ്സിലാവുന്നത് ദിസ് ഇസ് സ്ലൈറ്റ്ലി അല്ല സിഗ്നിഫിക്കൻ്റ്ലി ലോവർ. ഓക്കെ, സോ ഇത് സിഗ്നിഫിക്കൻ്റ്ലി ലോവർ ആണെന്നൊക്കെ നമ്മൾ പലപ്പോഴും കാണും. ഇപ്പം ഞാൻ തന്നെ നിങ്ങളോട് പറഞ്ഞു 50% കൂടുതൽ നോൺ ഫോസിൽ ഫ്യൂൽ കപ്പാസിറ്റി ഉണ്ട്. ഇത് ഞാൻ ഇവിടെ പഠിച്ചിട്ടല്ല, ബിക്കോസ് ന്യൂസ് പേപ്പറിൽ ശാന്തി ബില്ല് വായിക്കുന്ന സമയത്ത് മൾട്ടിപ്പിൾ ടൈംസ് ഈ സാധനം ന്യൂസ് പേപ്പറിൽ വന്നിരുന്നു. ആൻഡ് 2017 നെറ്റ് സീറോ, ഇതൊക്കെ പത്രത്തിൽ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ആൻഡ് ലാർജസ്റ്റ് എമിറ്റർ ഓഫ് ദിസ് ഇസ് കോൾ, അതും പത്രത്തിൽ വരുന്നതാണ്. സോ ഇത്തരം ഡാറ്റാസ് നിരന്തരം പത്രത്തിൽ വായിക്കുന്നതിലൂടെയാണ് നമുക്ക് ഫെമിലിയർ ആവുന്നത്. നമ്മൾ എക്കണോമിക്സ് ന്യൂസ് ഒക്കെ വായിക്കുമ്പോൾ ഇൻഫ്ലേഷന്റെ ഡാറ്റയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണും 5%, 2% താഴെയാണെന്നൊക്കെ. അങ്ങനെയാണ് നമ്മൾ പല കാര്യങ്ങളും ഗസ് ചെയ്യുന്നത്. നമുക്കൊരു ഐഡിയ കിട്ടും ഏകദേശം എത്രയാണ് ആഫ്റ്റർ റീഡിംഗ് ന്യൂസ് പേപ്പർ. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് റീഡിംഗ് ന്യൂസ് പേപ്പർ. ഓക്കെ, so next article, a jab well done. Following up adverse events after immunization is a must. So ipo recently endana India's government Ministry of Health is moving to introduce a nationwide HPV vaccination campaign, especially aiming targeting 14 plus years of girls. Okay, so idinte context important aanu, as well as the disease itself is important. Because ഇപ്പൊ നമുക്കറിയാം റീസെന്റ് ഒരു ആഫ്റ്റർ ദ COVID-19 ആൻഡ് ദ റിലേറ്റഡ് ഡെത്ത്സ് ഓഫ് യങ്സ്റ്റേഴ്സ് ഒരുപാട് പേര് ലൈക്ക് വാക്സിനേഷൻ എതിരെ തിരിഞ്ഞിട്ടുണ്ട്. വാക്സിനേഷൻ ഇസ് ദ പ്രോബ്ലം എന്നുള്ള ഒരു നറേറ്റീവ്, ഒരു ഫോൾസ് ഡിസ്ഇൻഫർമേഷൻ ക്യാമ്പയിൻ നിലനിൽക്കുന്നുണ്ട്. സോ ഒരു വാക്സിനേഷനെതിരെ ഒരു സ്യൂഡോ സയൻസ് ബാക്ക് ചെയ്യുന്ന ഒരു നറേറ്റീവ് ഉണ്ട്. വാക്സിൻ ഈസ് കോസ്റ്റിംഗ് ലൈക്ക് അഡ്വേഴ്സ് ഇഫക്ട് ഫോളോയിങ് ഇമ്മ്യൂണൈസേഷൻ, AEFI. സോ അതിനെ ബേസ് ചെയ്ത് ലാർജ്ലി ഈ ഒരു ഡിസ്കഷൻ വരികയും നറേറ്റീവ് വരികയും എന്താണ് വാക്സിനേഷൻ ആളുകൾ വാക്സിനേഷൻ ഹെസിറ്റൻസി കോവിഡിന്റെ സമയത്തുള്ളതാണ്, ഇപ്പൊ ഒന്ന് അഗ്രവേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബിക്കോസ് ഓഫ് ദ ഡിസ്ഇൻഫർമേഷൻ ആൻഡ് ഓൾ. സോ ഇപ്പം അതിന്റെ എഫക്റ്റ് ആണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ 26 സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ഒരു എപ്പിഡമിക് പോലെ മീസിൽസ് പടർന്നുകൊണ്ടിരിക്കുകയാണ് ബിക്കോസ് ഓഫ് ദ വാക്സിനേഷൻ ഹെസിറ്റൻസി. So coming back to the article, we are talking about a virus called HPV, human papilloma virus. Okay, so ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ this is the commonly transmitted sexually transmitted infection. Common STD ആണ്, STI ആണ് HPV virus. So HPV is a commonly transmitted virus. So almost all sexually active men as well as women at some point of time will be affected by this virus. So ഇതൊരു common virus ആണ്. And first of all understand this is not a female issue.
ഇത് റിഗാർഡ്ലെസ് ഓഫ് ദ ജെൻഡർ ഇത് ആർക്ക് വേണമെങ്കിലും വരാം. അറ്റ് എനി സെക്ഷലി ആക്റ്റീവ് ആയിട്ടുള്ള ഏതൊരു വ്യക്തിക്കും അയാളുടെ ലൈഫ് ടൈമിൽ വന്നേക്കാവുന്ന ഒരു ഡിസീസ്, ഒരു വൈറസ് ഇൻഫെക്ഷൻ തന്നെയാണ് HPV. ബട്ട് ദ ഡിഫറൻസ് ഈസ് ഈ HPV വൈറസസ് അൺലൈക്ക് അതർ STDs എന്താണ്, ഒരു 2 വർഷം കൊണ്ടൊക്കെ കോമൺലി നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഇതിനെ റീപ്ലേസ് ചെയ്യുകയും ഇതിനോട് പൊരുതുകയും വി വിൽ ബി ബാക്ക് ആൻഡ് യൂഷ്വലി ദിസ് ഈസ് അസിംപ്റ്റമാറ്റിക്. ഓക്കെ, സോ ഈ HPV എന്ന ഈ ഒരു വൈറസിന്റെ ഗണത്തിൽ ഒരു ഹൺഡ്രഡ്സ് ഓഫ് വൈറസസ് ഉണ്ട്. പക്ഷേ അതിൽ type 16 and type 18 these are the deadly viruses causing cervical cancer. So വിമനിൽ cervical ക്യാൻസറിന് കോസ് ചെയ്യുന്ന 2 സ്ട്രെയിൻസ് ആണ് type 16 and type 18. സോ ഇതാണ് ഇഷ്യൂ. അപ്പം നമ്മൾ ഇതിന്റെ ഒരു ഡേറ്റ് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ റീജിയൻ ആസ് പെർ മിനിസ്റ്റർ ഓഫ് ഹെൽത്ത് ആസ് വെൽ ആസ് WHO ഡാറ്റ പ്രകാരം വേൾഡിൽ ഏറ്റവും കൂടുതൽ സെക്കൻഡ് ലാർജസ്റ്റ് ലീഡിംഗ് റീജിയൻ ഈസ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ റീജിയൻ. അതിൽ തന്നെ 65% സെർവിക്കൽ ക്യാൻസറിന്റെയും ഏരിയ ഇന്ത്യയിലാണ്. സോ ഇന്ത്യ ഈസ് കോൺട്രിബ്യൂട്ടിംഗ് ടു 65% ഓഫ് ദ cervical cancer related deaths as well as incident in the Southeast Asian region. So അത് നമുക്കൊരു ഹെൽത്ത് ക്രൈസിസ് തന്നെ പോസ് ചെയ്യുന്നത്. സോ ഇന്ത്യ എന്ത് ചെയ്തു, ഗവൺമെന്റ് അഡ്രസ്ഡ് ദിസ് ബൈ to introduce a nationwide human papilloma virus vaccination program for girls aged 14. Okay, so അതാണ് ഇതിലെ ഡിസ്കഷൻ. ഓക്കെ, സോ മനസ്സിലാക്കിയിരിക്കുക, ഇറ്റ്സ് എ കോമൺ STI and at any point of time men or women regardless of the gender will be affected by this. Type 16 18 ആണ് ഇതിന്റെ മേജർ ഡെഡ്ലി വേരിയൻസ് ആൻഡ് നോട്ട് ദ പോയിന്റ്. ഇത് ലാർജ്ലി വാക്സിൻ പ്രിവെന്റഡ് ഡിസീസ് ആണ്. വാക്സിനേഷൻ കാരണം പ്രിവെന്റ് ചെയ്യാൻ പറ്റും, ഒരു ഹേർഡ് ഇമ്മ്യൂണിറ്റി അച്ചീവ് ചെയ്യാൻ പറ്റും, എല്ലാവർക്കും സേഫ് ചെയ്യാൻ പറ്റും. നമുക്കറിയാം പ്രിവെന്റീവ് ഹെൽത്ത് കെയറിന് പൊതുവേ ഇന്ത്യ അത്ര ഫോക്കസ് കൊടുക്കുന്നില്ല എന്നൊരു ഇഷ്യൂ ഉണ്ട്. ഇത് UPSC 2024 പ്രിലിംസ് ക്വസ്റ്റ്യൻ ആയി ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ വാക്സിനേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ഹ്യൂമൻ പാപ്പിലോമ വൈറസ് റിലേറ്റഡ് സെർവിക്കൽ ക്യാൻസർ റിലേറ്റഡ് ഡെത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു മെത്തേഡാണ് യൂസിങ് വാക്സിനേഷൻ. ഓക്കെ, ഇറ്റ്സ് ഹൈലി എഫക്റ്റീവ്. ബട്ട് ദ പ്രോബ്ലം ഈസ് AEFI അഡ്വേഴ്സ് എഫക്ട്സ് ഫോളോഡ് ബൈ ഇമ്മ്യൂണൈസേഷൻ. ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റണം. ആൻഡ് പാസ്റ്റ് ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഈ ആർട്ടിക്കിൾ പറയുന്ന പ്രകാരം കുറച്ചധികം ഡെത്ത്സ് ഇത് റിലേറ്റഡ് ആയിട്ട് നടന്നിട്ടുണ്ട്. ബട്ട് സ്റ്റഡീസ് റിലേറ്റഡ് പറഞ്ഞു ഇറ്റ്സ് നോട്ട് ദാറ്റ് ഡയറക്ട്ലി റിലേറ്റഡ് ടു ദ വാക്സിൻ. ഓക്കെ, പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആളുകളുടെ ഈ ഒരു ചിന്താഗതി മാറ്റണം. അതുകൊണ്ട് തന്നെ ഈ ക്യാമ്പയിൻ പ്രകാരം ട്രെയിൻഡ് മെഡിക്കൽ പ്രൊഫഷണൽസിന്റെ നേതൃത്വത്തിൽ വളരെ മോണിറ്റേർഡ് ആയിട്ടായിരിക്കും ഇത് ചെയ്യുന്നത്. ഓക്കെ, ടു ബിൽഡ് ട്രസ്റ്റ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ unique point. So I have summarized this here. So this is a public health mandate because high risk variants and 90+ രാജ്യങ്ങൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഒരു സിവിയർ കേസ് തന്നെ ഉണ്ട്. ആൻഡ് ഇത് സ്ക്രീൻ ചെയ്താൽ മതി. അതായത് പാപ്പ് സ്മിയർ എന്നതിന് പറയാം. പാപ്പ് സ്മിയർ ടെസ്റ്റ് പ്രകാരം ഈസിലി ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന ഡിസീസ് കൂടിയാണ്. സോ ഇറ്റ്സ് ഹൈലി പ്രിവെന്റബിൾ യൂസിങ് വാക്സിനേഷൻ ആസ് വെൽ ആസ് ഏർലി ടെസ്റ്റിംഗ്. ഓക്കെ, സോ ഇത് ക്യാൻസർ സ്റ്റേജിലേക്ക് മാറുമ്പം ഒരു ജെനറ്റൈൽ വാർട്ടിംഗ് ഒക്കെ ആയിട്ടാണ് ഇത് മാനിഫെസ്റ്റ് ചെയ്യുക. സോ ഇതെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഡിസീസാണ് യൂസിങ് വാക്സിനേഷൻ ആസ് വെൽ ആസ് ഏർലി ടെസ്റ്റിംഗ്. ഓക്കെ ഓക്കെ, സോ ദാറ്റ് ഈസ് എ ഡിസ്കഷൻ. നൗ മൂവിങ് ദ ഫൈനൽ ആർട്ടിക്കിൾ. Treaty on Chagos deal paused for holding discussion with the US, says UK minister. The treaty signed in May 2025. ഓക്കെ, ഞാൻ ഡിസ്കസ് ചെയ്യാം ട്രീറ്റി എന്താണ് ഡിസ്കസ് ചെയ്യാം. ഈ ആർട്ടിക്കിൾ ഒരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ്. ബിക്കോസ് നമ്മൾ ഓൾറെഡി DND ഡിസ്കസ് ചെയ്താണ് ദ ചാഗോസ് ഐലൻഡ് ആൻഡ് ദ ഇഷ്യൂ ഓഫ് സോവറൈനിറ്റി ഓഫ് ദ പീപ്പിൾ ഓഫ് മൗറീഷ്യസ് ആൻഡ് അതർ ഇന്ത്യൻ ഓഷ്യൻ റീജിയനിലെ ഐലൻഡ്. ഈ ചാഗോസ് ഐലൻഡ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ആർക്കിപ്പലാഗോ ലൊക്കേറ്റഡ് ഇൻ ദിസ് റീജിയൻ ആൻഡ് മൗറീഷ്യസ് ഇസ് ദിസ് കൺട്രി. ഓക്കെ, സോ ഇന്ത്യൻ ഓഷ്യൻ റീജിയനിൽ ഇന്ത്യയിലായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു റീജിയനാണ് ചാഗോസ് ഐലൻഡ്, ചാഗോസ് ആർക്കിപ്പലാഗോ. ആൻഡ് ഇതിലൊരു ഇമ്പോർട്ടന്റ് റീജിയൻ ഉണ്ട്. ഇറ്റ്സ് ഡിയാഗോ ഗ്രാഷ്യ എന്ന് പറഞ്ഞൊരു ഇമ്പോർട്ടന്റ് ഐലൻഡ്. ഇറ്റ് ഇസ് പാർട്ട് ഓഫ് ദ ചാഗോസ് ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ്. സോ അതെല്ലാം നമ്മൾ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ പ്ലേസസ് ന്യൂസിൽ അറിഞ്ഞിരിക്കേണ്ട ഏരിയാസ് ആണ്. സോ ഇതിന്റെ ഡിസ്കഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു കൊളോണിയൽ പാസ്റ്റ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം, ദിസ് ഈസ് എ ജോഗ്രഫിക്കലി സ്ട്രാറ്റജിക് ലൊക്കേഷൻ. ദിസ് ഈസ് സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഇന്ത്യൻ ഓഷ്യൻ റീജിയൻ ആണ്. അമേരിക്കയ്ക്ക് ഒരു മിലിറ്ററി ബേസ് വിത്ത് UK പ്ലസ് USA കോ-ഹോസ്റ്റ് ചെയ്യുന്ന, ഒരുമിച്ച് റൺ ചെയ്യുന്ന ഒരു മിലിറ്ററി ബേസ് ഇവിടെ ഉണ്ട്. ദാറ്റ് ഈസ് to assure America's presence in the Indian Ocean region as well as to counter adversaries like Iran as well as China. ചൈനയ്ക്ക് ഇവിടെ ഒരു സൗത്ത് ചൈന സീയിൽ ഒരു മേജർ ഡോമിനൻസ് ഉണ്ട് ആൻഡ് ഇന്ത്യൻ ഓഷ്യൻ റീജിയൻ. സോ ഓൾസോ ഇന്ത്യ ഇസ് ഇൻവോൾവ് ബിക്കോസ് ഇന്ത്യൻ ഓഷ്യൻ റീജിയനിലെ ഏറ്റവും വലിയ പ്ലെയർ ഇന്ത്യയാണ്. ദ ഫസ്റ്റ് റെസ്പോണ്ടർ, ദ സാഗർ ഇനീഷ്യേറ്റീവ് എക്സെട്ര. സോ ഇന്ത്യക്കും ഇംപ്ലിക്കേഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ഇതിന്റെ ബ്രീഫ് ഹിസ്റ്ററി പറയുകയാണെങ്കിൽ ഈ ചാഗോസ് ഐലൻഡ് കൊളോണിയലി പോർച്ചുഗീസ് ആണ് ആദ്യം ഇതിനെ കണ്ടുപിടിക്കുന്നത്, എക്സ്പ്ലോർ ചെയ്ത് കണ്ടുപിടിക്കുന്നത്. ഇറ്റ് വാസ് അൺഇൻഹാബിറ്റഡ്.
പിന്നെ എന്ത് ചെയ്തു, ഫ്രഞ്ച് കൊളോണിയൽ ഹിസ്റ്ററി പ്രകാരം ദ ഗ്രേറ്റ് ഗെയിമിലെ പോർച്ചുഗീസിന്റെ കയ്യിൽ നിന്ന് ഫ്രഞ്ച് അത് ടേക്ക് ഓവർ ചെയ്യുന്നു. ദെൻ ഫൈനലി ബ്രിട്ടീഷുകാരെ കയ്യിൽ വരുന്നു. നമുക്കറിയാം ബ്രിട്ടീഷ് ഇന്ത്യൻ ഓഷ്യൻ ബ്രിട്ടീഷ് ടെറിട്ടറീസ് BIOT എന്ന് പറയും. ബ്രിട്ടീഷിന്റെ ഒരുപാട് ടെറിട്ടറീസ് ഉണ്ട് അറൌണ്ട് ദ വേൾഡ്. ബ്രിട്ടൻ ഇസ് നോൺ ആസ് ദ എംപയർ വെർ സൺ നെവർ സെറ്റ്സ്, സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം. ബിക്കോസ് എന്തുകൊണ്ടാ, ലോകം മൊത്തം അവർക്ക് ടെറിട്ടറീസ് ആണ്, കൊളോണിയൽ ടെറിട്ടറീസ്. അത് കാരണം സൂര്യൻ അസ്തമിക്കില്ല. സോ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, ഇതും ടേക്ക് ഓവർ ചെയ്യുന്നു. ആൻഡ് പക്ഷേ പിന്നീട് എന്ത് ചെയ്യുന്നു, ഇത് ടേക്ക് ഓവർ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും മൗറീഷ്യസ് പോലെ രാജ്യങ്ങൾ വിച്ച് വാസ് പാർട്ട് ഓഫ് ദിസ് റീജിയൻ എന്ത് ചെയ്യുന്നു, പിന്നീട് പല പല ഇവന്റ്സ് കാരണം ഇവർക്ക് സോവറൈൻറ്റി കിട്ടുന്നു. സീഷെൽസ്, മൗറീഷ്യസിനൊക്കെ ഇൻഡിപെൻഡൻസ് കിട്ടുന്നു, സോവറൈൻറ്റി കിട്ടുന്നു. പക്ഷേ അപ്പോഴും ചാഗോസിന് UK ഇൻഡിപെൻഡൻസ് കൊടുത്തില്ല. മാത്രമല്ല ഈ ഡിയാഗോ ഗ്രേഷ്യ എന്ന് പറഞ്ഞ റീജിയനിൽ 1965 ശേഷം ഒരു മാസീവ് മിലിറ്ററൈസേഷൻ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അവിടുത്തെ നേറ്റീവ് ആയിട്ടുള്ള ആളുകളെ അവിടുന്ന് പുറത്താക്കുന്നു, ഔസ്റ്റ് ചെയ്യുന്നു, അവിടുന്ന് ഫോഴ്സ്ഡ് ആയിട്ട് എവിക്റ്റ് ചെയ്യുന്നു ആൻഡ് അവരെ റീലൊക്കേറ്റ് ചെയ്യുന്നു. ആൻഡ് ലേറ്റർ എന്ത് ചെയ്യുന്നു, ഈ റീലൊക്കേഷൻ ഒരു വലിയ ക്രൈം ആയിട്ട് ബ്രിട്ടീഷ് കോർട്ട് തന്നെ റൂൾ ചെയ്യുന്നു. ആൻഡ് അതിനൊരു ലേറ്റർ ഈ കേസ് മൗറീഷ്യസിന്റെ നേതൃത്വത്തിൽ ആൻഡ് ഇന്ത്യയുടെ ഒക്കെ ഒരു മോറൽ സപ്പോർട്ടിന്റെ നേതൃത്വത്തിൽ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ എത്തുന്നു. അവിടെ നിന്ന് ബ്രിട്ടനെതിരെ ഒരു അഡ്വേഴ്സറി ജൂറിസ്ഡിക്ഷന്റെ അഡ്വേഴ്സറി ആയിട്ടുള്ള ഒരു റൂളിംഗ് വരുന്നു. ദിസ് ഇസ് ഇല്ലീഗൽ, ബ്രിട്ടൻ ചെയ്തത് ഫോഴ്സ്ഡ് എവിക്ഷൻ ഇല്ലീഗൽ ആണ്, അത് മൗറീഷ്യസിന് തിരിച്ചു കൊടുക്കുക എന്നുള്ള രീതിയിൽ മൗറീഷ്യസിന് സോവറൈൻറ്റി കൊടുക്കുക, ജനങ്ങളെ എവിക്റ്റ് ചെയ്ത ജനങ്ങളെ തിരിച്ചു വരാൻ അനുവദിക്കുക എന്നുള്ള രീതിയിലേക്ക് ഒരു അഡ്വൈസറി റൂളിംഗ് വന്നു. അന്ന് മുതൽ ഒരു ഗ്ലോബൽ പ്രഷർ വരികയും UK എന്ത് ചെയ്തു, ഒരു നെഗോസിയേഷനിലേക്ക് എത്തുകയും മൗറീഷ്യസിന്റെ നെഗോസിയേഷനിൽ എത്തുകയും ഒരു ട്രീറ്റി ഓവർ ചാഗോസ് പ്ലാൻ ചെയ്തു. ആ ട്രീറ്റി പ്രകാരം ഫുള്ളി തിരിച്ചു കൊടുക്കാം എക്സെപ്റ്റ് ഡിയാഗോ ഗ്രേഷ്യ 99 വർഷത്തേക്ക് ലീസ് ബൈ പേയിങ് സം million pounds ബ്രിട്ടീഷ് പൗണ്ട്സ് പേ ചെയ്യാൻ പകരം ഡിയാഗോ ഗ്രേഷ്യ കൊടുക്കാൻ എന്നുള്ള എഗ്രിമെന്റ് കീപ്പ് ചെയ്തു. ആൻഡ് 2022 ശേഷമാണ് ആ എഗ്രിമെന്റ് നെഗോഷിയേറ്റ് ചെയ്തത്. 2024 അത് സൈൻ ചെയ്തു. പക്ഷേ അത് റാറ്റിഫൈ ചെയ്യണം ഇനി പാർലമെന്റിന്. ആൻഡ് ഗവൺമെന്റ് മസ്റ്റ് റാറ്റിഫൈ ദാറ്റ്, എന്നാലേ അത് എഗ്രിമെന്റ് വരുള്ളൂ. അപ്പോഴാണ് നമ്മുടെ ഡൊണാൾഡ് ട്രംപ് വന്നിട്ട് പറയുന്നത് ദിസ് ഈസ് എ ഫൂളിഷ് മൂവ്. ഈ നമ്മൾ കോഹോസ്റ്റ് ചെയ്യുന്ന ഒരു മിലിറ്ററി ബേസ് ഇങ്ങനെ സ്ട്രാറ്റജിക് ലൊക്കേഷൻ വിട്ട് കളയുന്നത് ശരിയല്ല, വി വിൽ പ്രഷറൈസ് യു എന്ന രീതിയിലേക്ക് പറയുന്നത്. ദിസ് ഈസ് എ ഫൂളിഷ് മൂവ് എന്ന് പറയുന്നു. അത് കേട്ട് ബ്രിട്ടൻ എന്ത് ചെയ്യാണ്, പ്രതീക്ഷിച്ച പോലെ ബ്രിട്ടൻ പോസ്റ്റ് ദ ഡീൽ. സോ അത് പോസ്റ്റ് ചെയ്തു. ബിക്കോസ് ട്രംപ് കണക്റ്റഡ് ദിസ് ടു ദ ഗ്രീൻലാൻഡ് ഇഷ്യൂ. അതായത് ഗ്രീൻലാൻഡും ഞങ്ങൾ ഇതേപോലെ എടുക്കാൻ പോവുകയാണ്, അതിനെ കണക്ട് ഒക്കെ ചെയ്തു. ഓക്കെ, സോ UK എന്ത് ചെയ്തത്, പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, സോ വി ഷുഡ് ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ഡിയാഗോ ഗ്രേഷ്യ. ആൻഡ് ഇന്ത്യക്ക് രണ്ട് രീതിയിൽ കണക്ഷൻ ഉണ്ട്. ഒന്ന് ഇന്ത്യൻ ഓഷ്യൻ റീജിയനിലാണ്, രണ്ടാമത്തെ കാര്യം അവിടുത്തെ പോപ്പുലേഷൻ നേറ്റീവ്ലി ഇന്ത്യൻ ഡിസെൻഡൻസ് ആണ്. മോഡേൺ ഇന്ത്യയിൽ നമുക്ക് ഇൻഡെൻജേർഡ് ലേബറേഴ്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ കാണാം. ഷുഗർ കെയിൻ പ്ലാന്റേഷനിലും മറ്റ് പ്ലാന്റേഷൻസിലൊക്കെ ഫോഴ്സ്ഡ് ആയിട്ട് ലേബറേഴ്സിനെ കൊണ്ടുവരുന്നു. സോ അതിന്റെ ഭാഗമായിട്ട് ആഫ്രിക്കയിലെയും ഇന്ത്യയിലൊക്കെ നേറ്റീവ് ഡിസെൻഡൻസ് ഒക്കെ ഈ ഐലൻഡുകളിലൊക്കെ താമസിക്കുന്നവരാണ്. ഓക്കെ, സോ ഇന്ത്യക്ക് ഇംപ്ലിക്കേഷൻസ് ഉള്ള ഒരു വാർത്ത തന്നെയാണത്. ഓക്കെ, സോ ട്രീറ്റി ഓഫ് ചാഗോസിന്റെ ലൊക്കേഷൻ ഒക്കെ നോക്കിയിരിക്കുക, മൗറീഷ്യസ്, സീഷെൽസ് ഒക്കെ നോക്കിയിരിക്കുക. ഓക്കെ.